എന്തുകൊണ്ടാണ് സെൻകുമാർ അതിനെപ്പറ്റി പറയാച്ചത്? എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനതിൻ്റെ കാരണം എന്താ, റീസൺ എന്താ പറയാത്തത്? അതിന് പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. ആ റീസൺ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നില്ല. എന്താ റീസൺ? ജാതീയത. എന്തുകൊണ്ടാണ് സെൻകുമാറും അതേപോലെ RSSും റെക്കമെൻഡ് ചെയ്യാത്തത്? ജാതീയത എന്ന് പറയുന്നത് സതി പോലെ അത് പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അതേപോലെ ഏറ്റവും കഠിനമായ രീതിയിലുള്ള ശിക്ഷ ഉറപ്പുവരുത്തും. ഈ മതപരിവർത്തനം ക്രൈസ്തവരെ ഉദ്ദേശിച്ച് ജീവപര്യന്ത ശിക്ഷയൊക്കെ പല സ്റ്റേറ്റുകൾ പാസ്സാക്കി. എന്തുകൊണ്ടാണ് ഈ പല സ്റ്റേറ്റുകളും ജാതീയതമായ ദളിത് അട്രോസിറ്റീസ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ നിയമ നടപടി എടുക്കാത്തത്? എൻ്റെ സിമ്പിൾ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇതിനൊരു അറുതി വരുത്തില്ലേ? വരും, പക്ഷെ എടുക്കാൻ താല്പര്യമില്ല. യഥാർത്ഥ കോർ ഇഷ്യൂ RSSും പറയുന്നില്ല, BJPയും പറയുന്നില്ല, സെൻകുമാറും പറയുന്നില്ല. അതായത് യഥാർത്ഥ ക്യാൻസർ എന്തുവാണ്? ജാതീയത. അതിനെ സർജിക്കലി കട്ട് ചെയ്ത് മാറ്റാതെ ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈ കോർ ഇഷ്യൂ അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ മറച്ചു വെക്കുക. ആ ഇഷ്യൂ അല്ലേ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ജാതീയത മാറ്റണം, അതാണ് ഏറ്റവും പ്രധാനം. ജാതിപരമായ അധിക്ഷേപങ്ങൾ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇതെന്തുകൊണ്ട് RSSും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അവരുടെ അഡ്വൈസറും കൺസൾട്ടൻറ്റുമായ സെൻകുമാറെ തനിക്കെന്തുകൊണ്ട് ഈ കുന്തും അറിയത്തില്ല?